ബ്രിട്ടനിലെ ഏറ്റവും മാരകമായ ഗുഹ പര്യവേക്ഷണ സംഭവം. മോസ്റ്റെയിൽ കാവേൻസ് ദുരന്തം. 1967 ജൂൺ 24-ന് 10 പര്യവേക്ഷകർ ഗുഹയിൽ പ്രവേശിക്കാൻ പോകുകയായിരുന്നു. ആഴത്തിലുള്ള ഭാഗങ്ങൾ മായ്ക്കാനും അവയെ മാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 2 നേതാക്കൾ ഇതിനകം ഗുഹ പര്യവേക്ഷണം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരെയും ആശ്വസിപ്പിച്ചു. ഗുഹ അതിന്റെ ഇറുകിയ ഇടങ്ങൾക്കും ഒരു വ്യക്തിക്ക് പൂർണ്ണമായും നിൽക്കാൻ കഴിയുന്ന വളരെ കുറച്ച് പ്രദേശങ്ങൾക്കും പേരുകേട്ടതാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 4 പര്യവേക്ഷകർ ഗുഹ എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുകയും ഉപരിതലത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. പുറത്തെ പര്യവേക്ഷകർ മേഘാവൃതമായ ആകാശം ശ്രദ്ധിച്ചു, പക്ഷേ ഒന്നും അസാധാരണമായി തോന്നിയില്ല. ബാക്കിയുള്ള ആളുകൾ വളരെ ഇടുങ്ങിയതും അടിയിൽ ഒരു ചെറിയ അരുവി ഒഴുകുന്നതുമായ ഫാർ മാരത്തൺ പാതയിലെത്തുന്നതുവരെ അവരുടെ ഇറക്കം തുടർന്നു. ഫാർ മാരത്തൺ പാസേജ് അതിന്റെ ഇറുകിയ പാസേജ് കാരണം ഒറ്റ ദിശയിൽ മുന്നോട്ട് പോകണം. ഇത് വളരെ ഇറുകിയതാണ്. ഒരു ശരാശരി വ്യക്തിക്ക് കടന്നുപോകാൻ പോലും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അകത്തു കടന്നാൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മുന്നോട്ട് പോകണം. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം എല്ലാം ശരിയാണെന്ന് തോന്നിയെങ്കിലും ഗുഹയിൽ വെള്ളം ഉയരുന്നത് പര്യവേക്ഷകർ ശ്രദ്ധിച്ചു. മൊറാഗ് ഫോർബ്സ് തിരിച്ചയച്ച 4 പര്യവേക്ഷകരിൽ ഒരാൾ ഉടൻ തന്നെ ഗുഹയുടെ എൻട്രൻസ് ഭാഗത്തേക്ക് തിരിച്ചെത്തി. ഗുഹാമുഖം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതായി കണ്ടെത്തി. ഗുഹാ സംവിധാനത്തിനുള്ളിൽ അവശേഷിക്കുന്ന 6 പര്യവേക്ഷകർ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവൾ സഹായത്തിനായി 4 കിലോമീറ്റർ ഓടി. അതിനിടെ ഗുഹയ്ക്കുള്ളിൽ വെള്ളം ഉയർന്നു തുടങ്ങിയപ്പോൾ ഉപരിതലത്തിലേക്ക് മടങ്ങാൻ 3 മണിക്കൂർ സമയമുണ്ടെങ്കിലും ഉപരിതലത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് നേതാവ് തീരുമാനിച്ചു. പര്യവേക്ഷകർ അവരുടെ പുറകിൽ വെള്ളം ഉയരുന്നതിനാൽ ഉയർന്ന അറകളിൽ എത്താൻ ഭ്രാന്തമായി ശ്രമിച്ചു. ഗുഹയ്ക്കുള്ളിൽ എത്ര വേഗത്തിലാണ് വെള്ളം നിറയുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ആ ഗുഹയുടെ പാത ഇറുകിയതിനാൽ അതിലൂടെ കടന്നുപോകുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ മുകളിലേക്ക് നിരങ്ങിപ്പോകുന്നതിന്റെ ഇടയിൽ മുകളിൽ നിന്ന് വെള്ളം അവരുടെ മുഖത്തേക്ക് വീണ് ഗുഹ നിറയാൻ തുടങ്ങി. രക്ഷാപ്രവർത്തകരും 100-ഓളം സന്നദ്ധ പ്രവർത്തകരും ഗുഹയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനും ഗുഹയിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാനും അക്ഷീണം പ്രയത്നിച്ചു. ഉള്ളിലെ പര്യവേക്ഷകർ വായു ശ്വസിക്കാമെന്ന പ്രതീക്ഷയിൽ മുഖം ഗുഹയുടെ ചെറിയ വിള്ളലുകളിൽ ഉയർത്തിപ്പിടിച്ചു. ഈ ഭയാനകമായ ജലപ്രവാഹം എന്തു ചെയ്യണമെന്ന് അറിയാതെ അവർ നിസ്സഹായരായി. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അവസാനത്തെ പര്യവേക്ഷകനായ ജോൺ ഓപ്റ്റൻ തുരങ്കത്തിലെ അവസാനത്തെ ആളായിരുന്നു. അവന്റെ സുഹൃത്തുക്കൾ തിരിച്ചു മടങ്ങാൻ പറയുന്നത് അദ്ദേഹം കേട്ടു. അവൻ പിന്നോട്ട് പോകാൻ ശ്രമിച്ചു, പക്ഷേ അവനും നിമിഷങ്ങൾക്കകം വെള്ളത്തിൽ മുങ്ങാൻ പോവുകയായിരുന്നു. അവസാന നിരാശാജനകമായ ശ്രമത്തിൽ വെള്ളം ഉയരുന്നത് നിൽക്കുമെന്ന പ്രതീക്ഷയിൽ ഒരാൾക്ക് പോലും കൊള്ളാൻ കഴിയാത്ത വളരെ ചെറുതായ ഒരു ഓവർഹെഡ് വിള്ളലിലേക്ക് അയാൾ സ്വയം തള്ളിക്കയറുകയായിരുന്നു. പുറത്തുള്ള രക്ഷാപ്രവർത്തകർ ഇത്രയും പെട്ടെന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പര്യവേക്ഷകർ സുരക്ഷിതമായ ഒരു അറ കണ്ടെത്തിയെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. പിറ്റേന്ന് രക്ഷാപ്രവർത്തകർക്ക് ഗുഹയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഗുഹ വ്യക്തമാണെന്നും പുറത്തുവരാമെന്നും പര്യവേക്ഷകരെ അറിയിക്കാൻ അവർ ഉള്ളിൽ നിലവിളിച്ചു. നിർഭാഗ്യവശാൽ എല്ലാ പര്യവേക്ഷകരും ഗുഹയ്ക്കുള്ളിൽ മുങ്ങി മരിച്ചിരുന്നു. ഗുഹ അടച്ചിടണമെന്ന് കൊറോണർ തീരുമാനിച്ചു. സുരക്ഷിതമായ ഒരേയൊരു പ്രവേശന കവാടത്തിൽ കോൺക്രീറ്റ് ഒഴിച്ചു.